ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഗോൾഡ എക്സസൈസ് ചെയ്യണ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചു, ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, ഇതുപോലത്തെ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗോൾഡ ചേച്ചി എന്താണ് ഭക്ഷണം കഴിച്ചത്, അതല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നും കുറേ ആൾക്കാരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് ആൻഡ് ഫുഡാണ് കേട്ടോ. റെഡി റെഡി ബുപ്പാ. എക്സസൈസും ഫുഡിലേക്കൊക്കെ പോണേക്കാൾ മുന്നേറ്റേ കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചു, ഈ ചോപ്പിംഗ് ബോർഡ് എന്തിനാണ് ചേട്ടാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഈ കഥ പറയണ സമയത്ത് നിന്ന്. ഇത് എൻ്റെ പ്ലാസൻ്റെയാണ്, ഞാൻ ഫുള്ള് ഊർജ്ജവും ഇവിടെ നിന്നാണ് വലിച്ചെടുക്കണേ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ചോപ്പിംഗ് ബോർഡ് ഇവിടെ ഇല്ല വെച്ചെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു ബ്ലാങ്ക് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈ ഫുഡും ചോപ്പിംഗ് ബോർഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണ കാരണം എൻ്റെ പവർ മുഴുവൻ ആവാഹിക്കുന്നത് മറ്റേ ഇങ്ങനെ ഒരു മുദ്രയൊക്കെ പിടിക്കില്ലേ, അതുപോലത്തെ എൻ്റെ മുദ്രയാണ് കേട്ടോ എൻ്റെ ഈ ചോപ്പിംഗ് ബോർഡ്. ഓക്കെ, സോ ചോപ്പിംഗ് ബോർഡ് ഇവിടെ ഇരിക്കട്ടെ. പ്രഗ്നൻസി വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ്, ഫുഡ്, എക്സസൈസ്, അങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ ആ കമൻറ്റിന് മറുപടി പോലെ പറഞ്ഞു പോകാട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാവും. അതിലൊരു പ്രധാനപ്പെട്ട കമൻറ്റായിരുന്നു, ഗർഭിണിയായ സ്ത്രീയുടെ വയറ് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു വയറ് എന്തിനാണ് കാണിക്കുന്നത്, നിങ്ങൾ എന്തൊരു മ്ലേച്ഛനാണ് എന്നുള്ളത്. ചന്തി കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കേസ് എടുക്കുക പിള്ളേച്ചാ എന്ന് പറയണ മറ്റേ എന്താ സിനിമയുടെ പേര് ഉള്ള മീശമാധവനിലെ പോലെ എങ്ങനെയല്ലേ, നമുക്ക് വയറ് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറല്ലാതെ പിന്നെ എന്താ കാണിക്കുക. വയറ് കാണേണ്ട ഭാഗം, വയറ് കാണുന്നതിന് എന്താണ് വയറ് കാണുമ്പോൾ ഇത്രയും മ്ലേച്ഛനാവേണ്ട കാര്യം എന്തായിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു സമൂഹം വലുതായി വന്ന് ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് നിൽക്കണേ. ഞാൻ ആരെയും കുറ്റമൊന്നും പറയില്ല കേട്ടോ. ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള സമൂഹമാണ് നമ്മൾ തന്നെ, എസ്പെഷ്യലി ആണുങ്ങൾ തന്നെ. പഴയ സിനിമകൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതിനു മുന്നേ നിങ്ങളുടെ അങ്കിൾമാരുടെയും അല്ലെങ്കിൽ അമ്മാവന്മാരുടെയും അല്ലെങ്കിൽ പപ്പയുടെ അനുജന്മാരുടെയും അല്ലെങ്കിൽ അനിയത്തിമാരുടെയൊക്കെ കല്യാണം കഴിയുന്ന സമയത്ത് ഭർത്താക്കന്മാരെ ഈ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയുള്ളൂ അമ്മമാർ. ആ സമയത്തൊക്കെ അമ്മമാർക്കും അമ്മായിമാർക്കും അമ്മായിയമ്മമാർക്കൊക്കെ ഭയങ്കര പവറാണ്. പെണ്ണുങ്ങളാണ് കുട്ടികളെ മുഴുവൻ ഡീൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് കൊണ്ടു നടക്കുക. അപ്പോൾ ഈ അച്ഛന്മാർ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ പോക്കം അങ്ങോട്ട് പോകും. ഇതേപോലെ തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസവ മുറിയിലേക്ക് അച്ഛനെ കയറ്റില്ല. അച്ഛൻ കയറുന്ന സമയത്ത് പേറ്റ് മുറിയിലേക്ക് എന്താ കയറണേ എന്ന് ചോദിച്ചൊരു കളിയാക്കും തൃശ്ശൂക്കാരൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ അന്യം നിന്നവനാണ് പുരുഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അകത്തി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും അല്ല, എന്നാലും നമുക്ക് ആ ഒരു കൾച്ചറുണ്ട്. അങ്ങനെ അന്യം നിന്ന് മാറി വന്ന ആൾക്കാരാണ്, ഒരു സമൂഹമാണ് നമ്മുടെ. ശരിക്കും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ വലുതാവുന്നത് അച്ഛന്മാർ ഇങ്ങനെ വെറുതെ ഈ വേലിയുടെ അപ്പുറത്ത് നിന്നൊരു പരദൂഷണം കേൾക്കണ പോലെ കണ്ടുപോയിട്ടുള്ളതാണ്. ഇന്ന് കാലഘട്ടം മാറി. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ടു, ഇന്ത്യ വിട്ടു, ഇന്ത്യയൊക്കെ വിട്ട് പുറത്ത് പോയ എന്നെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇതിൽ തുല്യ പങ്കുണ്ട്. ജനിച്ച് ആശുപത്രിയിൽ പ്രസവം, ഗർഭിണിയാവണ സമയം മുതൽ അതങ്ങോട്ട് നമ്മൾ പറഞ്ഞ് നിർത്തിയല്ലോ. ഇനി പ്രസവത്തിൻ്റെ സമയം മുതൽ, പ്രസവം മുതൽ ഇവരെന്നെ വലുതാക്കണ നിമിഷം വരെ നാപ്പിമാരിലെ കുട്ടിയുടെ ചികിത്സ, കുട്ടിയുടെ പ്രസവം, എല്ലാത്തിലും ഒരു സ്ത്രീക്ക് എന്തൊക്കെ പങ്കുണ്ടോ അത്ര തന്നെ പങ്ക് ഒരു പുരുഷനുണ്ട്. യു വിൽ റിയലി ഫീൽ ദാറ്റ്. എന്തുകൊണ്ടെങ്കിൽ പറയുള്ളൂ, ഇവിടെ പ്രസവം പോവിനോടെ പ്രസവം എടുത്ത ആളാ. നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സംഭവങ്ങളുടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ പറയുമ്പോൾ കാണിക്കുമ്പോൾ അതൊക്കെ കാണിക്കേണ്ട എന്തിനാണ് അറയ്ക്കുന്നത്? ഇറച്ചി വെട്ടണത് കാണിക്കാൻ പാടില്ല, മീൻ മുറിക്കുന്നത് കാണിക്കാൻ, എവിടേക്കായി ഒളിപ്പിച്ച് വയ്ക്കുന്നത്? നിങ്ങൾ മറ്റേ പരിപാടി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ അറപ്പുണ്ടാ? ഇല്ലല്ലോ. അല്ലാച്ചെങ്കിൽ മറ്റുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അറപ്പില്ല. നമുക്ക് ഗർഭിണീനെ ഒന്നും കാണാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരു പ്രശ്നം. ആ പ്രശ്നം മാറ്റണം. അത് ഇവിടെയുള്ളൊരു പ്രശ്ന സാധനം. ഒരു അറപ്പ് ഇറക്കേണ്ട കാര്യമില്ല. നമ്മൾ കുത്തിരുന്ന് മറ്റേ പോണോഗ്രാഫി ഒക്കെ തുറന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണല്ലോ എന്തെങ്കിലും അറപ്പ് നിങ്ങൾക്ക് പോകുന്നുണ്ടോ? പിന്നത്തെ ഒരു ഗർഭിണി പെണ്ണിൻ്റെ വയറ് കാണുമ്പോൾ ഇത്രയ്ക്കും മാത്രം ഞാനത് വിറ്റ് കാശാക്കണമെന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അത്ര ഗതികേട്ട് എന്താണെങ്കിലും എനിക്കിപ്പില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഗർഭിണി, ഗർഭം, അപ്പോൾ അത് കാണിക്കുമ്പോൾ ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെങ്കിൽ വയറൊക്കെ കാണേണ്ടി വരും. ഒരു കുഴപ്പമില്ല. വയറ് കാണാൻ ചടങ്ങുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അച്ഛനും അമ്മാവന്മാരടക്കം പെണ്ണുങ്ങളുടെ വയറ് കണ്ടായിരുന്നു അന്ന് വന്ന് നോക്കിയിട്ട്. ഇന്നിപ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള സൗകര്യമുണ്ട്, കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ചാടിയിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും ആ പ്രശ്നമില്ല. എന്നാൽ ആ ചെറിയൊരു സാധനം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനുള്ള ഈ തലയൊന്ന് തിരിക്കുക. നമ്മളൊക്കെ ഇതിലൊക്കെ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ യങ് ബോയ്സ് അവിടെ ഉണ്ട് വെച്ചെങ്കിൽ, കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ടോ കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കാൻ പ്ലാൻ ഉണ്ട് വെച്ചെങ്കിൽ ഇതൊന്ന് തിരിച്ചു വെച്ചോ, റെഡി ആയിക്കോ. നമ്മൾ റെഡി ആയില്ല വെച്ചെങ്കിൽ
ഒരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് കൊടുക്കാവുന്ന പ്രൊട്ടക്ഷനേക്കാളും അല്ലെങ്കിൽ സ്നേഹത്തിനേക്കാളും ഒരു സംഗതി ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും ഒരു അമ്മായിമ്മയ്ക്കും ഒരു പെങ്ങൾക്കും കൊടുക്കാൻ പറ്റില്ല കേട്ടാ. ഗ്യാരണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ക്ലാഷും പ്രശ്നമൊക്കെയുള്ള ഫാമിലികളിൽ തിരിച്ചുണ്ടായിരിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇഫ് യു ആർ ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ്, എ ഹസ്ബൻഡ് ക്യാൻ പ്രൊവൈഡ് യു എ ബെസ്റ്റ് ലവ്, സ്പെഷ്യലി വെൻ ദേ ആർ ഇൻ പ്രഗ്നൻസിയിൽ. അരിയും തിന്നു ആശരിച്ചിനിയും കടിച്ചു തിന്നിട്ടും പട്ടിയുടെ കടി മാറിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. തമ്പനയിലിൻ്റെ മുകളിൽ വളരെ കൃത്യമായിട്ട് ഗർഭിണി പ്രഗ്നൻസി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു. ഇത് വീഡിയോ ആണെന്ന് കണ്ടിട്ടില്ല, യൂട്യൂബിൽ പോയിട്ട് ഞെക്കണ്. റേഡിയോ ആണെന്ന് കേട്ടിട്ടല്ലല്ലോ. റേഡിയോ ആണോ ചില കമൻറ്റുകളാണ്. ഇതെന്തിനാ കാണിക്കണേ, പറഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ഒരു അടക്കണ അന്തമാരി ആളുകൾ ഇല്ല. ഇനിയുള്ള മറ്റൊരു കമൻ്റ് ആയിരുന്നു, ഗോൾഡ് എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു ടെർമിനോളജി ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് സിക്ക്, ജസ്റ്റ് പ്രഗ്നൻ്റ് എന്ന്. ഈ ജസ്റ്റ് പ്രഗ്നൻ്റ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എന്തോ പ്രഗ്നൻസീനെ ഞാൻ വളരെ നിസ്സാരവൽക്കരിച്ച പോലെ തോന്നി. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാമെന്നുള്ള രീതിയിലൊക്കെ കുറച്ച് സ്ത്രീകൾ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ചില ആളുകൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഞാനത് വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സ്പെഷ്യലി ഇന്ത്യൻ കൾച്ചറിൽ, ഇപ്പോൾ കേരളത്തിന് എടുത്ത് നോക്കിയാൽ നമ്മൾ ഇന്ത്യക്കാരാണ്, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, അതിന് മുന്നിൽ കണ്ണടക്കരുത്. അതായത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊട്ട് മുന്നേയൊക്കെ നമ്മൾ ഭയങ്കര പ്രിക്കോഷനൊക്കെ എടുത്ത് ഏനങ്ങാതെ പെണ്ണുങ്ങളിങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. ഒന്നും ചെയ്യില്ല, ഒരു മൂവ്മെൻ്റ് ഇല്ല. അമ്മമാരും അച്ഛന്മാരൊക്കെ പറയും മോളെ കയറി കിടന്നോ. ഇനി അമ്മായിമ്മയുടെ വീട്ടിലാണെച്ചെങ്കിൽ അവിടേക്കാണെച്ചെങ്കിൽ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു വിചാരിച്ചിട്ട് നമ്മളെ അമ്മ വീട്ടിലേക്ക് പോകണം. കുറച്ച് കാലം കൂടി മുന്നേട്ടോ, ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, 10-15 പോലെ. എന്നിരുന്നാലും നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ ഏത് വ്യക്തികളെ നിങ്ങൾ ഒബ്സർവ് ചെയ്തോ, ഒരു 70% അല്ലെങ്കിൽ 60% ഓഫ് ആളുകൾ എന്താണ് സംഭവിക്കുന്നത്, ഒട്ടും തന്നെ മൂവിയില്ല. അപ്പോൾ ഞാൻ തന്നെ അതിൽ പറഞ്ഞൊരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം തുപ്പലം കൊണ്ടല്ല ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കറക്റ്റാണ്. ഇന്ന് നിങ്ങൾ ഏത് ഒരു ഗൈനക്കോളജിയോ അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ അവരെന്താണ് നമ്മളോട് പറയേണ്ടത്, നിങ്ങൾ ഫങ്ഷനിൽ, നിങ്ങൾ പ്രസവത്തിന് ഗർഭിണി അവസ്ഥയിനേക്കാളും തൊട്ട് മുന്നേ എങ്ങനെയാണോ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അൺലെസ് ഇഫ് ദർ ഈസ് കണ്ടീഷൻസ് ഉണ്ട് വെച്ചെങ്കിൽ, ഈ പ്ലാസൻ്റ പ്രീവിയ അല്ലെങ്കിൽ സെർവിക്സ് ഡയലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി ഗർഭിണിയായി കഴിഞ്ഞിട്ട് 2-3 മാസം ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ആക്ച്വലി സെർവിക്സ് ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അവരെന്ത് പറയും, ബെഡ് റെസ്റ്റ് പറയും, അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ടിട്ട് അവരെ ആശുപത്രിയിലേക്ക് എടുത്തു. അതല്ല വെച്ചെങ്കിൽ എക്സ്ട്രാ ഒരു കോംപ്ലിക്കേഷനുള്ള സിറ്റുവേഷൻ. അല്ലാത്ത ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അവരെന്താണോ ചെയ്തത് അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ട്രൈമസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇപ്പോൾ ഗോൾഡയ്ക്കൊക്കെ നല്ല ഈ സിവിയർ നോസി ഉണ്ടായിരുന്നു, ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് നേരം പുള്ളിക്കാരി മൂഡ് ഓഫ് ആയിരിക്കും, ഛർദ്ദിക്കാൻ വരും, വയ്യാണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഹസ്ബൻഡ് എന്നാണ് ചെയ്യണത്, വൈകുന്നേരം വരുമ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, നീ തിരിച്ചു പോയോ, വൈകുന്നേരം വന്ന് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് കുറച്ച് ബ്ലഡ് റഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷീ ഈസ് ഫീലിംഗ് ഗുഡ്. സെഡൻഡറി ആവണമെന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഞാൻ ഒരിക്കലും പറയണില്ല ഗർഭം എന്ന് പറയുന്നത് ഭയങ്കര സുഖമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് പറയും. ലോകത്തിൽ സുഖം എന്ന് പറഞ്ഞൊരവസ്ഥ തന്നെയില്ല. ഗർഭിണിയായ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പനി വന്നാൽ ബുദ്ധിമുട്ടല്ലേ, വയറിളക്കം വന്നാൽ ബുദ്ധിമുട്ടല്ലേ, ചുമ്മാ അടക്കം എനിക്ക് കാലിൻ്റെ മുട്ടിന് വേണ്ടിയുണ്ട്, ബുദ്ധിമുട്ട് തന്നെയാണ്. ലൈഫിൽ ബുദ്ധിമുട്ടാണ്, അത് ആദ്യം മനസ്സിലാക്കണം. അപ്പം ഈ സിമ്പതി കാർഡ് ഇതിൽ വർക്കാവില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ സിമ്പതി കാർഡ് എങ്ങനെയാണ് വരണതെന്ന് അറിയാം. സിമ്പതി കാർഡ് വരുന്നത് നമുക്ക് വി വോണ്ട് റെസ്റ്റ്. ഇനി പ്രസവത്തിൻ്റെ മുന്നത്തെ അവസ്ഥ എടുത്ത് നോക്കിയൊക്കെ വി വോണ്ട് റെസ്റ്റ്, നമുക്ക് മൂവ് ചെയ്യാൻ താല്പര്യമില്ല. ഗർഭിണിയായ സ്ത്രീകൾക്ക് ഒരു കണ്ടീഷൻ പ്രോബ്ലംസും ഒന്നും തന്നെ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗോൾഡ് അതിന് മുന്നേ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളായിരുന്നു. അതായത് നന്നായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ചെയ്യും. അപ്പോൾ ഗർഭിണിയാവുന്ന സമയത്ത് അതിൻ്റെ നേർപ്പകുതി വർക്കൗട്ട് ചെയ്യേണ്ടതെന്നല്ല. ഇപ്പോൾ ഗോൾഡ് മുന്നേ 80 കിലോ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരിയോട് നമ്മൾ പറയുന്നതാണ്, നീ ഒരു 30 അല്ലെങ്കിൽ 40 കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. പണ്ട് ചെയ്തിരുന്നത് 30 നമ്പറാണ്, അത് 3 സെറ്റ് 30 റെപ്പിറ്റേഷൻസ്. ഇപ്പോൾ 10 റെപ്പിറ്റേഷൻ ചെയ്താൽ മതി, നൈസ് ആൻഡ് സ്ലോലി ചെയ്താൽ മതി, എക്സോസ്റ്റ് ആവേണ്ട കാര്യമില്ല. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നു. നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് മസിൽസ് സ്ട്രോങ് ആകുന്നു, നിങ്ങളുടെ ബാക്ക് സ്ട്രോങ് ആകുന്നു, നിങ്ങളുടെ പെൽവിക് മസിൽസ് സ്ട്രോങ് ആകുന്നു, ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് സംഭവിക്കുന്നു, ഓക്സിജൻ ഫ്ലോ കറക്റ്റായിട്ട് ഉണ്ടാകുന്നു, യുവർ മെൻ്റൽ ഹെൽത്ത് ഈസ് വർക്കിംഗ് വെരി ഗുഡ്, യു ആർ ഗെറ്റിംഗ് വെരി ഗുഡ് സ്ലീപ്പ് എവറി സിംഗിൾ ഡേ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്നലെ വരെ വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾ ഇന്ന് ഓടിപ്പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആരും പറയണില്ല.
ഇന്നലെ വരെ നിങ്ങൾ ചെയ്തത് നടത്താം, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയെ ചമ്മന്തി അരയ്ക്കുക, അല്ലെങ്കിൽ മുറ്റടിച്ചു പോരുക, അല്ലെങ്കിൽ വീട്ടിലെ ചോർസ് ചെയ്യുക, ഗാർഡൻ ക്ലീൻ ചെയ്യുക, ലോൺ മൂവ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ട് കട്ടിലുമ്പോൾ കിടക്കേണ്ട കാര്യമില്ല. നിങ്ങളിത് ചെയ്തുകൊണ്ടല്ല ഇത് പോണത്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കാരേജ് ഉണ്ടാവുന്നത് ഇതുകൊണ്ടല്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ പേടിച്ചിട്ട് എക്സസൈസ് ചെയ്യാണ്ടിരിക്കുന്നത്. എക്സസൈസ് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ അതിനുള്ള ഉപദ്രവമുണ്ട്, നിങ്ങൾ ഗർഭിണി ആയാലും ഇല്ലെങ്കിലും. എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എത്ര മൾട്ടിപ്പിൾ സ്റ്റഡീസ് അവൈലബിൾ ആണ് ഇവിടെ. വളരെ ലളിതമായിട്ടാണ് ഇതിനെ ശരിക്കും കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ കമൻറ്റിൽ എഴുതിയിട്ടുള്ളത്. അല്ലാണ്ട് ഗർഭിണിയായ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഉന്മാദത്തിമിർത്ത് നിൽക്കുന്ന വളരെ സുഖബലോപം, അങ്ങനെ ഒരു അർത്ഥം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ ആക്കിയിട്ട് അതിനെ സിമ്പിളാക്കല്ല വേണ്ടേ. കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വർക്കൗട്ട് ചെയ്യണില്ല വെച്ചെങ്കിൽ വി നീഡ് ടു എൻകറേജ് പീപ്പിൾ ടു വർക്ക് ഔട്ട്. എത്ര ആളുകൾക്കാണ് ഈ ഗർഭിണി അവസ്ഥയിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കി നോക്കിയേ. അതിൻ്റെയൊക്കെ ആക്കം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് യു ആർ മൂവിങ്, യു ആർ യൂസിങ് എനർജി. കുട്ടികളുടെയൊക്കെ മെൻ്റൽ ഹെൽത്തിനും ഗ്രോത്തിനൊക്കെ വളരെ, ഫീച്ചേഴ്സിൻ്റെ ഹെൽത്തിന് ഏറ്റവും അടിപൊളിയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് നോക്കി നോക്ക്. അപ്പോൾ ആ ടെർമിനോളജിനെ അങ്ങനെയല്ല ശരിക്കും കാണണ്ടേ. യു നീഡ് ടു എൻകറേജ് പീപ്പിൾ ടു എക്സസൈസ്. പ്രസവം എന്ന് പറയുന്നത് ലളിതമാണെന്നുള്ളത് ശരിക്കും ഞാൻ ഒരു കഥ പറയാം. അതായത് 2016 ഒരു മെയ് മാസമായിരിക്കും അല്ലേ ഗോൾഡേ, ജൂലൈയിലല്ലേ പെങ്കുവിനെ പ്രസവിക്കുന്നത്. ഞാനും ഗോൾഡയും കൂടിയിട്ട്, ഗോൾഡൊക്കെ ഒരു 6-7 മാസം പെങ്കുവിനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളിവിടുത്തെ ഒരു മെറ്റർണിറ്റി ക്ലിനിക്കിൽ എന്താണ് പറയുക, ബെർത്തിങ് യൂണിറ്റിലേക്ക് നമ്മുടെ മിഡ് വൈഫിനെ കാണാൻ വേണ്ടി പോവുക. അപ്പോൾ മിഡ് വൈഫിൻ്റെ റൂമിലേക്ക് എത്തി. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഇടത്തെ സ്ഥലത്തും വലത്തെ സൈഡിലൊക്കെ ആയിട്ട് ഈ വാട്ടർ ബെർത്ത് നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സാധാ ബെർത്തിങ് യൂണിറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ചെറിയൊരു കരച്ചിൽ കേൾക്കാണ്ട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് മുന്നത്തെ മുറിയിൽ ഞങ്ങളിങ്ങനെ റൂമിലേക്ക് എത്തി. ഈ മിഡ് വൈഫിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലേ ഭയങ്കര കരച്ചിലും ഞെരിപിരിയൊക്കെ കേൾക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരത്തോളം ഉണ്ടായിരുന്നു കഷ്ടി ഞങ്ങളുടെ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ്. അങ്ങനെ മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റൽ ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഇപ്പോൾ പ്രസവം നടന്ന റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഒരു പച്ച ഗൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കയ്യിലൊരു നമ്മുടെ ഈ IV ഒരു കുറ്റിയുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ IV ഞണ്ടി കിടക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ കൈയിൻ്റെ മുകളിലേക്ക് IV കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ആ ചേച്ചി ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഉന്തി വരുന്നുണ്ട് ആ ചേച്ചി. ആ ചേച്ചിയുടെ കൂട്ടത്തിൽ 5-6 കുട്ടികളുണ്ട്. അതിലെ ഏറ്റവും മൂത്ത കുട്ടി ഇപ്പം ഉണ്ടായ കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുകയാണ്. അമ്മ, അതായത് ഈ പ്രസവിച്ച് ഞങ്ങൾ ഒരു അരമണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല, ആ സ്ത്രീ ഈ സാധനവും ഉന്തി പിടിച്ച് ഇങ്ങനെ പോവുക. അപ്പം ഞാനും ഗോൾഡിയും ഈ മിഡ് വൈഫും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരെന്നെ പാസ് ചെയ്തിട്ട് ഞാൻ ആ മിഡ് വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവരെന്നെ ഇപ്പോൾ പ്രസവിച്ചത് സ്ത്രീയാണോ ഈ പോണേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവർ എങ്ങനെ പോണേ? അപ്പോൾ അവിടെ ഒരു കാപ്പി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് നമ്മുടെ ഓൺ കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ കാപ്പി റൂമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് കാപ്പി ഉണ്ടാക്കിയിട്ട് കസാരയിൽ ഇരുന്നിട്ട് കാപ്പി കുടിക്കുക. അപ്പോൾ ഞാൻ ഗോൾഡനെ കാണിച്ചു കൊടുക്കണം. ഗോൾഡെ പ്രസവം എന്ന് പറഞ്ഞ് ഇപ്പോൾ നോക്കിയേ, ഇത് ഇങ്ങനൊരു കാഴ്ച നമുക്ക് നാട്ടിൽ എത്ര സ്ഥലത്ത് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പോയി. വളരെ നിസ്സാരമായി പ്രസവിച്ച് വന്നിരുന്ന അവസ്ഥയിൽ നിന്നും പ്രസവത്തിന് കോംപ്ലിക്കേഷൻ ഞാൻ അതിന് നിസ്സാരവൽക്കരിച്ച് കാണുകയല്ല. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇന്ന് പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് മോളിൽ എത്ര ആൾക്കാർ നിങ്ങളിവിടെ ന്യൂസിലാൻഡിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബില്ല്. ഇത് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം പുറത്തേക്ക് ഇറങ്ങില്ല. ചില പെണ്ണുങ്ങൾ വീടിൻ്റെ അകത്തായിരിക്കും. എന്താണെന്ന് വെച്ചോ, ഭയങ്കര ചികിത്സയാണ്. മേല് എണ്ണയിട്ട് ഒഴിക്കുക, തിരിക്കുക, അതല്ലെങ്കിൽ മറ്റേ ചൂടുവെള്ളം വയറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക, ഇമാതിരി പരിപാടിയാണ്. ഇതൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ശാസ്ത്രത്തിന് അങ്ങനത്തെ ഒരു സാധനം ഇല്ല കേട്ടോ. നിങ്ങളതൊക്കെ ചെയ്തോളെ. പക്ഷേ നിങ്ങൾ ഇതിന് മുന്നേ ആണെങ്കിലും ഇതിന് ശേഷമാണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, അതായത് മൂവ് ചെയ്യണം. സോ എക്സസൈസിൻ്റെ ഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുകയാണ്, വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യുക, കെയർഫുൾ, അതാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആവുക, നമ്മുടെ ബ്രീത്ത് കട്ടായി പോവുക, അങ്ങനെ നമ്മൾ ഫെയിൻറ്റ് ചെയ്ത് വീണ് പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. നമ്മൾ പഴയ അവസ്ഥയെല്ലാം വീഴുമ്പോൾ വയറ് കുത്തി വീഴാം, അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവാം. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഹൈ കാർഡിയോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊക്കെ ഒഴിവാക്കുക.
നമുക്ക് വെയിറ്റ് എടുത്ത് പോക്കാം. ഡമ്പൽ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് ഒരു 10 റൗണ്ട് 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് ഒരു 3-4 ചെയ്യാം. സ്റ്റിൽ യുവർ മസിൽസ് ആർ വർക്കിംഗ്. നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ മസിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിൽ എനർജി നല്ല സൂപ്പറായിട്ട് നിങ്ങളുടെ ബോഡിയുടെ മെറ്റബോളിസം വർക്ക് ആയിക്കോളും. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ചെറിയ 30 കിലോ 40 കിലോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പോക്കാം. കൂടുതൽ തലകുത്തി പറയുന്ന അഭ്യാസങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് ചെയ്തിട്ട് വീണ് പോകണമുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. യു ക്യാൻ ഡു സേഫ്ലി. ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ആൾ ഇന്ന് പോയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട. നിങ്ങൾ മുറ്റടിക്കാൻ പോകുന്ന ആളെയും മുറ്റടിക്കുക, അമ്മേനെ ഹെൽപ്പ് ചെയ്യുക, ചോർസ് ചെയ്യുക, തുണി അലക്കുക. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നടക്കാൻ പോവുക. നടക്കാൻ പോണ സമയത്ത് കൈയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ വന്നിരുന്ന് നോക്കിയാൽ യു ഫീൽ റിയലി ഗുഡ്. Good work, yo. How are you feeling now? Good. More energetic? Yes. Beautiful. അപ്പോൾ അതിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഇത് എല്ലാത്തിനെയും നമ്മൾ സിമ്പിൾ വൽക്കരിച്ചു അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചു. ഒരു നിസ്സാരവൽക്കരണവും ഇല്ല. യു ഷുഡ് എക്സസൈസ് എവ്രി സിംഗിൾ ഡേ അറ്റ്ലീസ്റ്റ് 20 to 30 minutes. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ 3rd trimester ലാസ്റ്റ് സെറ്റിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻ്റൊക്കെ ബുദ്ധിമുട്ടായിന്ന് വരും. ദെൻ യു ക്യാൻ ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് വാക്കിംഗ്, ഈ പറഞ്ഞ പോലെ ലൈറ്റ് മൂവ്മെൻറ്റ്സ്. ദെൻ യു ആർ റെഡി ടു ഗീവ് ബർത്ത്. ആൻഡ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, സുഖപ്രസവമായിരിക്കും. ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ യു ആസ്ക് യുവർ ഡോക്ടർ നിങ്ങളോട് പറയാണ് ഡോണ്ട് എക്സസൈസ്, ദെൻ യു ഡോണ്ട് നീഡ് ടു എക്സസൈസ്. സിമ്പിൾ. ഓക്കെ. സോ ഗോൾഡ വളരെ സേഫായിട്ട് അല്ല, ഇതൊക്കെ നമുക്ക് ചെയ്യണം. ഇപ്പോൾ ഗോൾഡ പറയാം ഇത് ചെയ്തുകൊണ്ട് നോർമൽ ഡെലിവറി അങ്ങനത്തെ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട. നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ജീവിയാണ്. നിങ്ങൾ ഏത് അനിമൽ കിങ്ഡത്തിലെ ഏത് ജീവിനെ എടുത്തോ, ഗർഭിണിയാവസ്ഥയിൽ അതൊക്കെ ഓടുന്നുണ്ട്. അതൊരു കമ്പാരിസൺ അല്ല കേട്ടോ. പൂച്ചനെ എടുത്ത് നോക്കിയാൽ പൂച്ച പായ ഉണ്ടാവും, വയറ് വെച്ചിട്ട് പായ ഉണ്ടാവുക. മങ്കീനെ എടുത്ത് നോക്കിയാൽ മങ്കി മരത്തിൻ്റെ മുകളിൽ നിന്ന് ഗർഭിണിയാവസ്ഥയിൽ നടക്കുന്നുണ്ട്. മനുഷ്യനാണ് ഈ കിടപ്പ്. പക്ഷെ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ എല്ലാം സക്സസ്ഫുള്ളായിട്ട് പെറുന്നൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് നോക്കിയേ, ഈ ഭൂലോകം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്ന ഒരു ജീവി മനുഷ്യനായിരിക്കും. നമ്പർ ഓഫ് ഹ്യൂമൻസിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ മരിച്ചു തന്നെയാണ് പോകുന്നത്. അതൊരു കമ്പാരിസൺ അല്ല. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ചാടിയിട്ട് തന്നെയാണ് അവരുടെ കുഞ്ഞുങ്ങളവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് സ്റ്റഡീസ് ഉണ്ട് ഇതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട്. ദാറ്റ് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം, കെയർഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ ബോഡി ഒരു കത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എൻജിൻ ഇങ്ങനെ കത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആ കത്തിക്കൽ അവിടെ നടക്കട്ടെ. ഇല്ല വെച്ചെങ്കിൽ നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് ഫംഗ്ഷനും തകരാറിലാവും. സോ പ്ലീസ് ഡു എക്സസൈസ്. ഓക്കെ ഗോൾഡ, നിനക്ക് ഞാൻ ഈ പ്രസവം മുഴുവൻ പറയുമ്പോൾ നിനക്ക് ഭാര്യയായിട്ടൊന്നും പറയാനില്ലേ? നീ പോയിന്റ് ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്യണമെങ്കിലും പറഞ്ഞിട്ട് പോ. എന്ത് കഷ്ടം നോക്കി. ഇനി ഫുഡിലെ എനിക്ക് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, എന്ത് ഫുഡ് കഴിക്കണം. പുള്ളിക്കാരി കാർണിവോർ ഡയറ്റ് ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഇനിയിപ്പോൾ അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടായല്ലോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കും ഇനി ഉരുളി കമത്തി, ഞാൻ അവിടെ പോയിട്ട് ഉരുളി കമത്തിയാലോ എന്ന്. നോക്കിയാൽ പുള്ളിക്കാരിക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ള ഒരു സംശയാർത്ഥം നമ്മൾ ഒരു ഐസൊലേഷൻ ഡയറ്റ് പൂർണ്ണമായിട്ടും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ട് ലെസ് ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കുന്ന ഒരു ഇൻ്റർവെൻഷൻ നടത്തിയെന്നേ ഉള്ളൂ. അത് പുള്ളിക്കാരി ഗർഭിണിയായത് കാർണിവോറായിട്ട് ചെയ്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അതാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ബട്ട് എനിവേ കാർണിവോർ എന്ന് പറയുന്നത് ലെസ് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. പക്ഷേ ഭയങ്കര എലിമിനേഷൻ ഡയറ്റാണ്. അത് ചെയ്തുകൊണ്ടല്ല. കാർണിവോർ ഡയറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. അത് ഇതായിട്ട് വെറുതെ ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശവുമില്ല. ഓക്കെ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഗർഭിണി അവസ്ഥയിലത്തെ ഏറ്റവും പ്രധാനമായിട്ട് വാട്ട് മസ്റ്റ് ഈറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വരുന്ന ഒരു സാധനമാണ് പ്രോട്ടീൻ ഇൻടേക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രോട്ടീനെ അല്ലെങ്കിൽ എത്ര കണ്ട് പ്രോട്ടീൻ ഒരു ഗർഭിണിയായ സ്ത്രീ കഴിക്കണം, അത് നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. എത്ര പ്രോട്ടീൻ കഴിക്കണം ഗോൾഡ? 150 ഗ്രാംസ്. ഗോൾഡ പറയണത് 150 ഗ്രാംസ് കഴിക്കണം എന്നാണ് കേട്ടോ. അതായത് ട്വിൻ പ്രഗ്നൻസിക്ക് ഒരു സ്ത്രീ ഒരു ദിവസം 150 ഗ്രാംസ് പ്രോട്ടീൻ കഴിക്കണം എന്നാണ്. പക്ഷേ ശാസ്ത്രം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പ്രഗ്നൻസി, അതായത് ഒരു കുഞ്ഞാണ് വയറ്റിലുള്ളത് വെച്ചെങ്കിൽ നമ്മുടെ ഒരു ശരാശരി ഇന്ത്യക്കാരിയുടെ ബോഡി വെയ്റ്റ്, അതായത് ഒരു 70 കിലോഗ്രാം ഭാരം എടുത്തു വെച്ചോ.
അതിനെ 1 ഗ്രാം ബോഡി വെയ്റ്റ് പ്രോട്ടീൻ കണക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 കിലോഗ്രാം തൂക്കമുള്ള ഒരു സ്ത്രീക്ക് 70 ഗ്രാം പ്രോട്ടീൻ ആവറേജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ട ഒരു ആവറേജ് 1 വെച്ച് എടുക്കാം. 1 എടുക്കുമ്പോൾ 70 ഗ്രാം പ്രോട്ടീൻ സ്ത്രീക്ക് വേണം. ഇനി കുഞ്ഞിന് 25 മുതൽ 30 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള കണക്കെടുക്കാം ഒരൊറ്റ കുഞ്ഞിന്. അപ്പോൾ 70 × പ്ലസ് 30 ഏതാണ്ട് 100 ഗ്രാം പ്രോട്ടീൻ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ തേർഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് വരെ അത്രത്തോളം പ്രോട്ടീൻ വേണം. അപ്പോൾ ഒരു സിംഗിൾ പ്രഗ്നൻസിക്ക് 100. ഇത് ചിലവർ ഇതിനെ 80 മുതൽ 100 ഇതാണ് എയിം. 100 മുതൽ 120 എന്നൊക്കെ സിംഗിൾ പ്രഗ്നൻസിയുടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ്ട. ഇനി ട്വിൻ പ്രഗ്നൻസിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾ 100, ചില സ്റ്റഡീസ് 100 പറയുന്നുണ്ട്, ചില സ്റ്റഡീസ് 120 ഗ്രാം പ്രോട്ടീൻ ആഡ് ആയി, ചില സ്റ്റഡീസ് 140 മുതൽ 200 ഗ്രാം വരെ പ്രോട്ടീൻ ആഡ് ആയി എന്നുള്ള കണക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എയിം ചെയ്യണത് 140 ഗ്രാം പ്രോട്ടീൻ ആഡ് ആയി എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് 140 ഗ്രാം പ്രോട്ടീൻ ആഡ് ആയി എന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് പറയാം. 3 പുഴുങ്ങിയ കോഴിമുട്ട, 120 ഗ്രാം ബീഫ് പാറ്റി, ഇത് കുക്ക് ചെയ്യണം കേട്ടോ. ഇത് ഏതാണ്ട് 180 ഗ്രാം ബിരിയാണി വിത്ത് പ്രോൺസ്. ഇതിൽ പ്രോൺസ് 40 ഗ്രാം ഉള്ളൂ. ഗോൾഡോടെ ലഞ്ച് ബോക്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വെച്ചെങ്കിൽ പണി പാടും. കണ്ട ഇവിടെ വെച്ചാൽ ഇത് 200 ഗ്രാം പ്രോട്ടീനാണ്. നത്തിങ്, പ്രോൺസ് ഇല്ല, റൈസാണ് കൂടുതൽ. ആൻഡ് ദിസ് മേ ബി 100 ഗ്രാം യോഗട്ട്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ ഫുഡ് എടുക്കുമ്പോഴേ ബിരിയാണി എടുക്കുമ്പോൾ പ്രോട്ടീൻ ഉണ്ടാവുന്ന വിചാരിക്കുക. ഞാൻ ഗോൾഡോടെ എപ്പോഴും പറയലുണ്ട് ഇങ്ങനെ എടുക്കരുതെന്ന്. ഇങ്ങനെ പറയുമ്പോൾ നമുക്കിതിൽ ഉപദ്രവം കാണില്ല എന്താണെന്നുള്ളത്. ഇത് നോക്കിയോട്ടെ, അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര ചെമ്മീൻ ഉണ്ടെന്ന് നോക്കാം. 5 പീസ് ചെമ്മീനാണ് അവൾ എടുത്തിട്ടുള്ളത്. 6 പീസ് ഇത് കണ്ടോ. ഇത് നോക്കട്ടാ, 59 ഗ്രാം പാത്രത്തിൻ്റെ വെയിറ്റാണ്. ഇത് 6 ചെമ്മീൻ, അതിൽ കുറച്ച് ചോറുണ്ട്. എന്തോ ഉണ്ടെന്ന് നോക്കിയേ. 6 ചെമ്മീൻ 37 ഗ്രാമേ ഉള്ളൂ. ഇത് നോക്ക്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞോളൂ, നീ ഇത് കഴിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഈ 3 കോഴിമുട്ടയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇത് 30 ഗ്രാമിൽ കൂടി വന്നു കഴിഞ്ഞാൽ 8 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. 8, 15, 23 ഗ്രാം പ്രോട്ടീനുള്ളൂ. 25. ഒരു 140 ഗ്രാം പ്രോട്ടീൻ കഴിക്കേണ്ട ആളുടെ 2 മീലാണ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. ഇനി ബാക്കി 100 ഗ്രാം എങ്ങനെ നമ്മൾ ഡിന്നറിൽ കഴിച്ച് തീർക്കും? മനസ്സിലാവണ്ട. അതാണ് ഞാനിവിടെ ഒരു 125 ഗ്രാം സ്റ്റേക്ക് കുക്ക് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ 30 ഗ്രാം ചെമ്മീനും പിന്നെ ഏതാണ്ട് ഒരു 140 ഗ്രാം റൈസും. Now this is almost 120 grams beef patty, 100 grams yogurt, 3 മുട്ട. ഇതെല്ലാ ദിവസവും രാവിലെ എന്നിട്ട് നമ്മൾ കണ്ണ് തുറന്ന് നോക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. ഇല്ലെങ്കിൽ ഇതെടുത്തിട്ട് ഓടി. ഇതുണ്ടായിരുന്നില്ല ചേട്ടാ, ഇതുള്ളൂ. ആൻഡ് വാട്ട് നോട്ട് ഇനഫ്. അതെത്രയാ ചെമ്മീൻ ബിരിയാണി എടുത്തിട്ടുള്ളത്? എത്ര ഗ്രാം ഉണ്ടാവും? ഗ്രാം നോക്കിയില്ല. വൈകുന്നേരത്തെ ഏതാണ്ട് 40 ഗ്രാം പ്രോട്ടീൻ വിട്ട് കഴിഞ്ഞാൽ എത്ര ഗ്രാം പ്രോട്ടീൻ നീ കഴിക്കണം രാവിലെയും ഉച്ചയ്ക്കും കൂടിയിട്ട്? 100 ഗ്രാം. എത്ര ഗ്രാം ബിരിയാണി എടുത്ത്? അറിയില്ല, ഞാൻ ഗ്രാം നോക്കി. ഗ്രാം നോക്കണ്ട, എന്നാലും അതിൽ ചെമ്മീൻ എന്തോരം ഉണ്ടാവും? ഒരു ഊഹം പറയാമോ? ഒരു 5-6 കാണുള്ളായിരിക്കും. അപ്പോൾ എത്ര ഗ്രാം ഉണ്ടാവും ചെമ്മീൻ ഇറ്റ് സെൽഫ്? 20. അപ്പോൾ അറിയാല്ലേ, 30 ഗ്രാം ചെമ്മീനാണുള്ളത് 3 കോഴിമുട്ടയും. അപ്പോൾ എത്ര പ്രോട്ടീൻ ഉണ്ട് ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ, കണക്ക് കേൾക്കട്ടെ. പറയേ. 30 ഗ്രാം പ്രോട്ടീൻ, 100 ഗ്രാം ചെമ്മീനിൽ ഏതാണ്ട് 25 ഗ്രാം പ്രോട്ടീൻ. അപ്പോൾ എത്രയുണ്ട് 30 ഗ്രാമിൽ? ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 7 ഗ്രാം ഉണ്ടാവും 3 കോഴിമുട്ടയല്ലോ. 26 വെച്ചിട്ട് 26. ഒരു കോഴിമുട്ടയിൽ 5 ഗ്രാം കൂട്ടുക ആവറേജ്. 25 ഗ്രാം പ്രോട്ടീൻ ഒരു കോഴിമുട്ട. പിന്നെ എളുപ്പമാണല്ലോ, 3 മുട്ട വെച്ചാൽ മതി, 75 ഗ്രാം ആവും. നിങ്ങളോട് ഞാൻ എത്ര തവണ പറയാം, നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല വെച്ചെങ്കിൽ ജസ്റ്റ് വേജ് ചെയ്യേ. മീറ്റ് എടുത്ത് വേജ്, രക്ഷയില്ലേ കൂടെ. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇറ്റ്സ് എ പെയിൻ ഇൻ ദ ആസ്, ഐ നോ. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞേ, 140 നമ്മുടെ എയിം. ഇവിടെ ഇപ്പോൾ എത്രയാണ് വരുന്നത്? നമ്മൾ ഈ സാധനം കണ്ണ് വെച്ച് നോക്കി നിന്നാൽ പോലും നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കണക്ക് കൂട്ടിയാലും പ്രോട്ടീൻ വരില്ല. നമുക്ക് കാപ്സും ചോറും അച്ചാറും ചമ്മന്തിയും മിഠായി വരും.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഒന്ന് പിക്ചറൈസ് ചെയ്യുക 140 ഗ്രാം പ്രോട്ടീൻ എത്രയാണെന്നുള്ളത് ഞാൻ ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് കണക്ക് കൂട്ടിക്കോട്ടാ. 500 ഗ്രാം ബീഫ് അല്ലെങ്കിൽ 500 ഗ്രാം ഇറച്ചി, ഏതെങ്കിലും ഇറച്ചി എടുത്തോ, പോർക്ക് എടുക്കുക, ചിക്കൻ എടുക്കുക, ബീഫ് എടുക്കുക. 500 ഗ്രാം ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 125 ഗ്രാം പ്രോട്ടീനാണ്. ഒരു ആവറേജ് പ്രോട്ടീൻ കണക്കാണ് ഞാൻ പറഞ്ഞത്. 500 ഗ്രാം ഇറച്ചി 125 ഗ്രാം പ്രോട്ടീൻ പോരല്ലോ. ഇനിയും വേണം 15 ഗ്രാം പ്രോട്ടീൻ, 3 കോഴിമുട്ട. ഇത്രയും പ്രോട്ടീൻ ഒരാൾ കഴിക്കുന്നുണ്ടായിരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എളുപ്പമാണോ ഇത് കഴിക്കാൻ? വേണ്ട. ഇപ്പോൾ ട്വിൻ പ്രഗ്നൻസി ഒരു ഒക്കേഷണൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സിംഗിൾ പ്രഗ്നൻസി എടുക്കാം. 120 എടുക്കണ്ട, 100 ഗ്രാം പ്രോട്ടീൻ്റെ കണക്ക് നമുക്ക് എടുക്കാം. അപ്പം എങ്ങനെ എടുക്കാം? ഏതാണ്ട് 300 ഗ്രാം ഇറച്ചി ഒരു ദിവസം. ഓക്കെ, അപ്പോൾ എത്രയായി? 75 ഗ്രാം പ്രോട്ടീൻ, 5 കോഴിമുട്ട. അത്രയും നമ്മൾ കഴിക്കുന്നുണ്ടാ? ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കുന്നുണ്ടാ? ഇനി ഗർഭിണിയല്ലാത്ത ഒരു സ്ത്രീനെ മാറ്റി വെച്ചോ, 70 ഗ്രാം പ്രോട്ടീൻ, അപ്പോഴും നമ്മൾ ഏതാണ്ട് 300 ഗ്രാം ഇറച്ചി കഴിക്കുന്നുണ്ടാ? അപ്പോൾ ഇനി ഒരു ചോദ്യം വരും, ഇറച്ചിയിൽ നിന്ന് മാത്രമാണോ പ്രോട്ടീൻ കിട്ടുക എന്നുള്ളത്? അല്ല, കടല, പയർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ ഇറച്ചി പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള കടലയും പയറും എന്തോരം കഴിക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അത്രയും നിങ്ങൾ കഴിക്കുന്നുണ്ടാ? ഇനി എനിക്ക് വന്നിട്ടുള്ള മറ്റു കുറച്ച് മെസ്സേജുകൾ, ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ വന്നതിന് ഞാൻ ഇതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എനിക്ക് വന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഗോൾഡേയും ഞാനൊക്കെ കൂടിയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലിവർ, ഈ ചിക്കൻ ലിവർ കുക്ക് ചെയ്ത് കഴിക്കണ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വെച്ചാൽ ചേട്ടാ ചിക്കൻ ലിവർ കഴിക്കാൻ പറ്റുമോ? ലിവർ കഴിക്കാൻ പാടില്ലല്ലോ, പ്രഗ്നൻസിയിൽ ലിവർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് ഉണ്ടാവുമല്ലോ എന്നുള്ള സ്റ്റഡീസ് ഉണ്ടല്ലോ, അപ്പോൾ ലിവർ കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഗർഭിണി അവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ ലിവർ കഴിക്കരുതെന്ന് ഒരു സ്റ്റഡിയില്ല. നമുക്ക് അങ്ങനെയാണ് കേൾക്കാൻ ആഗ്രഹം. നമുക്ക് ഇറച്ചി ലിവർ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, നമുക്ക് അങ്ങനെ കേൾക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നത്. എന്താണ് സ്റ്റഡി പറയുന്നത്? നമ്മൾ ലിവർ ഗർഭിണി അവസ്ഥയിൽ ലിവർ കഴിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ലിമിറ്റ് ലിവർ കൺസംഷൻ അണ്ടർ 100 ഗ്രാംസ് എ വീക്ക് എന്നാണ്. നിങ്ങൾക്ക് ഒരാഴ്ച 100 ഗ്രാം ലിവർ കഴിക്കാമെന്നാണ്. 100 ഗ്രാമോളം കഴിച്ചാൽ മതി. അതിനും കൂടുതൽ കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ എ ടോക്സിസിറ്റി അല്ലെങ്കിൽ റെറ്റിനോളിൻ്റെ അളവ് കൂടുകയാണ് എങ്കിൽ കുഞ്ഞിന് ന്യൂറോൺ ഡെവലപ്മെൻറ്റിലും ബ്രെയിനിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നല്ല. സോ ദർ ഈസ് എ റിസ്ക് ഉണ്ട്. അപ്പോൾ 100 ഗ്രാമിനും കൂടുതൽ കഴിക്കണ്ട, 300 ഗ്രാമിനും കൂടുതൽ ബീഫ് കഴിക്കണ്ട എന്ന് പറയണ പഠനം ഇപ്പുറത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു ചോദ്യം തിരിച്ച് ചോദിക്കാനുണ്ട്. 100 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ് എങ്കിൽ നിങ്ങളുടെ ഫീറ്റസിന് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള സ്റ്റഡി എന്താ വായിക്കാത്തത്? അത് വായിക്കണ്ടേ നമുക്ക്? റെറ്റിനോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോൺ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടാകാം. പ്രോട്ടീൻ ഡെഫിഷ്യൻസിയിലാണെങ്കിൽ എന്തൊക്കെ സാധ്യത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം. ഒന്ന് നോക്കി നോക്കിയേ. ന്യൂറോണിൻ്റെ പ്രശ്നം കാണാം, കുഞ്ഞിൻ്റെ ടിഷ്യൂ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല, കുഞ്ഞിന് മറ്റുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവുണ്ടാവാം, ബ്ലഡിന് പ്രോബ്ലം ഉണ്ടാവാം, എല്ലുകളുടെ വളർച്ചേനെ ബാധിക്കും, കുഞ്ഞിനൊക്കെ ബാധിക്കും. പ്രോട്ടീൻ കഴിച്ചിട്ടില്ല വെച്ചെങ്കിൽ റെറ്റിനോളിനേക്കാളും പ്രശ്നമാണ് നിങ്ങൾ ഇനഫ് പ്രോട്ടീൻ കഴിച്ചിട്ടില്ല വെച്ചെങ്കിൽ. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആൾക്കാർ കൃത്യമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്? പ്രോട്ടീൻ ഇല്ലാത്തത് എവിടെ നിന്ന് എടുക്കണത്? അമ്മയുടെ ശരീരത്തിൽ നിന്ന് എടുക്കും കുട്ടി. യുവർ ഓഫ്സ്പ്രിങ് കംസ് ഔട്ട്, ഡോണ്ട് വറി. ചെറിയ മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ, അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഒരു കുഞ്ഞ് പോയിട്ടുണ്ടാവുക. ഹൗ ഡു വി നോ? അത് വിചാരിച്ചിട്ട് 120 ഗ്രാം കറക്റ്റായിട്ട് പ്രോട്ടീൻ കഴിച്ചാൽ 100% കുഞ്ഞുണ്ടാവുന്ന സ്റ്റഡി ഇങ്ങനെയല്ല കേട്ടോ. സ്റ്റഡി ഒന്നും തന്നെ പോണത്. ബട്ട് നമ്മുടെ ബയസ് നോക്കണം. അതായത് ലിവർ നമുക്ക് താല്പര്യമില്ലേ കഴിക്കാനായിട്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ലിവർ ഭയങ്കര ഇഷ്ടമാണെന്നിട്ടാ. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞേ. ഓക്കെ, സമാധാനം. ഒരു 90% ആൾക്കാർക്ക് ലിവർ കഴിക്കാൻ താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. പിന്നെ നമുക്കിതൊരു ആവശ്യമുള്ള സാധനമാണല്ലോ, റിച്ച് ആയാനുള്ള സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ലിവർ കഴിക്കാനായിട്ട്. പേഴ്സണലി എനിക്ക് അതിൻ്റെ ചൊവ്വ ഇഷ്ടമല്ല. ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, നല്ല കാര്യം. അങ്ങനെ കൂടുതലും ലിവർ കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ അത് അണ്ടർ 100 ഗ്രാംസിന് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലാണ്ട് ലിവർ കഴിക്കരുതെന്നില്ല.
പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ സ്റ്റഡി എടുത്ത് നോക്കി നോക്ക്. പ്രഗ്നൻസി ടൈമിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്താ സംഭവിക്കുക? ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളെന്താ ചെയ്യണത്? നമ്മളെ എനർജി മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് മല്ലൂസ് ഇന്ത്യൻസ് എന്താ വേർഡ്, എന്താ പറയണത്? ഗർഭിണിയായ അവസ്ഥയിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളൂട്ടാ. കുട്ടിക്ക് എന്ത് ഇഷ്ടമുണ്ടെങ്കിലും മേടിച്ചു കൊടുത്തോളോ. ദോശ, ഇഡ്ഡലി, സാമ്പാർ, ബിരിയാണി, സ്നാക്സ്, ചിപ്സ്. എത്ര ആൾക്കാരുണ്ട് കറക്റ്റായിട്ട് ഇറച്ചിയും സാധനവും പോഷൻ ചെയ്ത് കഴിക്കുന്നത്? നിങ്ങൾക്ക് കഴിക്കണം, നമുക്ക് പ്രോട്ടീൻ കഴിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഇവിടെ സഫീഷ്യൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റഡീസ് ഒന്നും എടുക്കില്ല. നമ്മൾ ലിവറിനെ തൊടുമ്പോൾ അപ്പം നമ്മൾ എടുക്കും. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എവ്രി സെക്കൻഡ് വി ആർ ട്രൈയിങ് ടു ഈറ്റ് അറ്റ്ലീസ്റ്റ് 30 grams, 2 tablespoon ഓഫ് ലിവർ. ഈ ലിവർ ചെയ്ത ഒരു സംഗതി ഉണ്ട്, ഞാൻ പറയട്ടെ. ഗോൾഡിക്ക് ഓർമ്മയുണ്ട്, ഗോൾഡ് എത്രാം മാസത്തിലാണ് സ്കാനിങ് നടന്നപ്പോഴാണ് ആ കൊച്ചുങ്ങളുടെ ഈ വെയിറ്റ് ഡിഫറൻസ് വന്നത്? അത് ആ സ്കാനിങ് റിപ്പോർട്ടിലുണ്ട്. ആ വെയിറ്റ് ഡിഫറൻസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ഈ 4-ാം മാസത്തിൽ സ്കാൻ ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ, കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഒക്കെ മാറി, ഇപ്പോൾ അവർക്ക് എന്താ പറയുക, ഓക്സിജൻ്റെ സപ്ലൈ കുറേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ സ്കാനിങ്ങുള്ള കാരണം നോക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു സമയത്ത് 4-ാം മാസമാണോ 4.5 മാസമാണോ കറക്റ്റ് എനിക്ക് ഓർക്കാൻ പറ്റണില്ല, ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് 100 ഗ്രാമോളം, അപ്രോക്സിമേറ്റ്ലി 100 ഗ്രാമോളം കുറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഗോൾഡൻ നീ അന്ന് ഗോൾഡിക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും താല്പര്യമൊന്നും ഇല്ലാത്ത സമയം. ഞാൻ പറഞ്ഞു, ഗോൾഡൻ നീ ഒന്ന് മെഷർ ചെയ്തിട്ട് ഫുഡ് കഴിക്കും. നോക്കിയേ, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 പിള്ളേരാണ് വലുതാവണ, അവറ്റങ്ങൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കിട്ടണം, നിനക്കുള്ള ന്യൂട്രീഷൻ കിട്ടണം. ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അനിമൽ ഫുഡ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈസി, ബയോ അവൈലബിൾ. ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ മെഷർ ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് എന്ത്, ലിവർ തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഗോൾഡേക്ക്. ഞാൻ പറഞ്ഞു, ഗോൾഡ് നീ എങ്ങനെയെങ്കിലും ഒരു 2 സ്പൂൺ വെച്ചിട്ട് കഴിക്കും. എവറി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ 30 ഗ്രാം വെച്ചിട്ട് ലിവർ കഴിക്കുകയാണ്. അവിടെ നിന്ന് സ്കാനിങ്ങിലേക്ക് വരുന്ന സമയത്ത് 4 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ 100 ഗ്രാം ഡിഫറൻസ് എന്നുള്ളത് 60 ഗ്രാമിലേക്ക് കുറഞ്ഞ് 30 ഗ്രാമിലേക്ക് കുറഞ്ഞ് ഇപ്പോൾ 7-ാം മാസത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് 2 കുട്ടികളുടെയും വെയിറ്റ് ഈക്വലായി. വി ഡോണ്ട് നോ വൈ. സി ഇറ്റ്സ് ആൻ അനക്ഡോട്ടൽ എവിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് മാറ്റം വരുത്തിയത് അന്ന് മുതൽ പരമാവധി വ്യയം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. 140 ഗ്രാം പ്രോട്ടീൻ എയിമാണ് എങ്കിൽ ഗോൾഡ് ഈ മാതിരി എൻ്റെ കണ്ണുണ്ടായിട്ട് പോലും 100 ഗ്രാം പ്രോട്ടീനിലേക്ക് എത്തുന്നില്ല. ഈ ഡെഫിഷ്യൻസി ഉണ്ട് വെച്ചെങ്കിലും ഈ ഫീച്ചേഴ്സിൻ്റെ ഹെൽത്തിനും നമ്മുടെ ഹെൽത്തിനും അത് ബാധിക്കും. ഈ 100 ഗ്രാം ലിവറിൻ്റെ കണക്കെടുത്ത് ഓടണവർ ഈ കണക്ക് മറക്കാണ്. യു ഷുഡ് ഈറ്റ് അറ്റ്ലീസ്റ്റ് 100 grams പ്രോട്ടീൻ എ ഡേ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പ്രോട്ടീൻ കഴിച്ചോ. നിങ്ങൾ പച്ചക്കറിയിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുകയും പച്ചക്കറിയിൽ നിന്നുള്ള പ്രോട്ടീൻ കഴിച്ചോ. പക്ഷെ മെഷർ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അളന്നിട്ടാണോ ഇതിന് മുന്നുള്ള ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചതെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അളന്ന് പ്ലീസ് മേക്ക് ഷുവർ യു ഈറ്റ് ഇനഫ് പ്രോട്ടീൻ. ചില ആളുകൾ പറയും, ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് അല്ല. എവിടെ നിന്നാണ് ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എനിക്ക് ഇവിടെ കിട്ടണില്ല. ഒരു സാധനത്തിന് ഹൈ എന്ന് നമ്മളെപ്പോഴാണ് പറയുക? 37 ഡിഗ്രി ഒരു മനുഷ്യൻ്റെ ചൂട്. അപ്പോൾ നമ്മൾ 37 ഡിഗ്രി മനുഷ്യൻ്റെ ചൂടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അവന് ഹൈ ചൂട് എന്നാണ് പറയുക. 37.2 ആവണ്ടേ ആ ടെമ്പറേച്ചർ കൂടി എന്ന് പറയാനായിട്ട്? ഇനഫ് പ്രോട്ടീൻ പോലും കഴിക്കാത്ത, ഇപ്പോൾ നമ്മളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇനഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൈ പ്രോട്ടീനാണ് നിങ്ങൾ കഴിക്കണതെന്ന് പറയാൻ പറ്റുന്നത്? ഹൈ പ്രോട്ടീൻ ആവണമെങ്കിൽ 101 പ്രോട്ടീൻ കഴിക്കണം. 101 ഗ്രാം പ്രോട്ടീൻ കഴിക്കണ്ടോ? ഇല്ല. ഈ മാതിരി തലകുത്തി പറയണ ഇവിടെ തന്നെ ഗോൾഡ് കഴിച്ച് മുട്ടിക്കണില്ല. ഇനി 3rd വയസ്സിലേക്ക് എൻ്റർ ചെയ്യട്ടെ. എന്തുട്ടാ നമ്മളപ്പുറത്ത് കഴിക്കണത്? എന്തുട്ടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ? എന്തുട്ടാ കഴിക്കണേ? ദോശ, ചോറ്, അപ്പുറത്ത് ഐസ്ക്രീം. എത്ര ഗ്രാം കാപ്സ് കഴിക്കാൻ പറ്റും നിങ്ങളൊന്ന് നോക്കി നോക്കിക്കേ. 300 ഗ്രാം അല്ലേ ഒരാൾക്ക് ഒരു ദിവസം പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ കാപ്സ്. ഇനി ഐസ്ക്രീമും പഞ്ചസാര എത്ര കഴിക്കാൻ പറ്റും? റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 30 ബട്ട് യു നീഡ് ടു ട്രൈ ടു ബ്രിങ് ഇറ്റ് ഡൗൺ ഇൻ ടു 15 grams പെർ ഡേ. ഷുഗർ നമ്മൾ 30 ഗ്രാമാണ് കഴിക്കുന്നത് ഷുഗർ ഒരു ദിവസം ആണോ? അല്ല, നമ്മൾ എത്ര കഴിക്കുന്നുണ്ടാവുക? നമ്മൾ 100 ഗ്രാമിന് മേലെ ഷുഗർ. പ്രഗ്നൻസി സ്റ്റേജിൽ കംപ്ലീറ്റ് ഐസ്ക്രീം സാധനം നമ്മൾ മേടിച്ച് കഴിക്കും. കാരണം യു ഗോട്ട് ഓൾ ദാറ്റ് ഫ്രീ വിൽ. നിങ്ങൾക്ക് എന്തും മേടിച്ച് തരാൻ പറ്റാവുന്ന രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. കാരണം പ്ലീസ് മേക്ക് ദം ഹാപ്പി എന്നാണ് പറയുന്നത്.
ആ സാധനം അത്രയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാവുക എന്നുള്ള സ്റ്റഡി ഇവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ എക്സസ് എമൗണ്ട് ഓഫ് കാർബ്സും ഷുഗറും പ്രഗ്നൻസി സ്റ്റേജിൽ കഴിച്ച് കഴിഞ്ഞിട്ട് എത്ര ഡയബറ്റീസ് ഇഷ്യൂസും മറ്റുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ള സ്റ്റഡീസ് നിങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ ആ കണക്ക് അളവിലാണോ നിങ്ങൾ കഴിക്കണത്? അല്ല. അപ്പം പിന്നെ ഈ ബീഫും ലിവറും പ്രോട്ടീനും പറഞ്ഞിടത്തേക്ക് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്താണ്? അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇറച്ചിനെ വെറുക്കണം. നമ്മൾ ഇറച്ചിനെ വെറുതെ അടങ്ങും. നമ്മൾ ഈ സാധനത്തിൻ്റെ സമയത്ത് ഒരു 300 ഗ്രാം കാർബ്സ് കഴിക്കേണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസം അതുക്ക് മേലെ 3-4 ഇരട്ടി കാർബ്സ് കഴിച്ചാലും, ഗർഭിണിയാണെങ്കിലും ഗർഭിണി അല്ലാത്തവനും ആണും പെണ്ണും ഒക്കെ 10 ഇരട്ടി കഴിച്ചാലും ഈ സാധനത്തിൻ്റെ ഒരു സ്റ്റഡിയും ഇവർ ആരും എടുക്കാൻ തയ്യാറില്ല. അല്ല, ഇവിടേക്ക് 1 ഗ്രാം ലിവറിൻ്റെ അളവ് കൂടിയാലും അല്ലാച്ചെങ്കിൽ ഒരു തരി പ്രോട്ടീൻ്റെ അളവ് കൂടിയാലും നമ്മുടെ തല കിടന്നിങ്ങനെ വട്ടം തിരിയും. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ കഴിക്കണം. എനർജി കൊണ്ട് കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ചട്ടിയിൽ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഫയർ ഉണ്ട്, അതുപോലെ തന്നെ ഫയർ എന്ന് പറയുന്നത് കാർബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചട്ടിയുണ്ട്, നമുക്ക് വയറും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അലുവ ഉണ്ടാക്കണം. അലുവ ഉണ്ടാക്കണമെങ്കിൽ വേറെ എന്തൊക്കെ വേണം? നമുക്ക് അലുവ ഉണ്ടാക്കണമെങ്കിൽ മൈദപ്പൊടി വേണം, പഞ്ചസാര വേണം, എണ്ണ വേണം, എസൻസ് വേണം, അണ്ടിപ്പരിപ്പ് പോലെയുള്ള മറ്റുള്ള സാധനങ്ങൾ വേണം. ഇതെന്താണ്? ഇവിടെ ഒരു കുഞ്ഞാണ് വലുതാവണത്. കുഞ്ഞിന് എന്തൊക്കെ അവയവങ്ങൾ വലുതാവണം? ഒരുപാട് എനർജി വേണം കുഞ്ഞ് വലുതായി വരണം വെച്ചെങ്കിൽ. അതിനോടൊപ്പം തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് വേണം. ബിൽഡിംഗ് ബ്ലോക്സ്. എനർജി ഉണ്ടായതുകൊണ്ട് അലുവ ഉണ്ടാവുമോ? അലുവ ഉണ്ടാവില്ല. അലുവ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അമൈനോ ആസിഡ്സ് വേണം. കുഞ്ഞുണ്ടാവണമെങ്കിൽ അമൈനോ ആസിഡ്സ് വേണം. കുഞ്ഞിന് മുടി വേണം, നഖം വേണം, പല്ല് വേണം, കൈ വേണം. ഇതിനൊക്കെയുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് വരണേ? അമൈനോ ആസിഡ്സ് എന്ന് വേണം. വാട്ട് ഈസ് അമൈനോ ആസിഡ്സ്? പ്രോട്ടീൻസ്. യു ഷുഡ് ഈറ്റ് പ്രോട്ടീൻ. ഞാൻ നിങ്ങളോട് ഇറച്ചി കഴിക്കാനല്ല പറയണേ. ബട്ട് ബെസ്റ്റ് അവൈലബിൾ ബയോ അവൈലബിൾ പ്രോട്ടീൻ ചിക്കൻ, പോർക്ക്, ബീഫ്, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈസി ആൻഡ് ബയോ അവൈലബിൾ. അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം കിട്ടുന്ന മറ്റുള്ള കുറേ സാധനങ്ങളുണ്ട്. അയൺ, ഇരുമ്പ്, വൈറ്റമിൻ B12, ഫോളേറ്റ്സ്, ഇതൊക്കെ ഇതിന് മുന്നേയുള്ള ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഐ എം സേയിങ്, യു നീഡ് ടു ഈറ്റ് ഇനഫ് പ്രോട്ടീൻ. ഒരു സംശയമില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഇറച്ചി കഴിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഇറച്ചി ലവേഴ്സാണ്, അതുകൊണ്ടാണ് ഇവിടെ അനിമൽസിനെയൊക്കെ തല്ലിക്കൊല്ലണേന്ന്. തെറ്റാണ്. ഇറച്ചി കഴിക്കണത് ഇഷ്ടത്തിൽ നിങ്ങൾ ഇപ്പോഴൊക്കെ ഇറച്ചിയല്ലേ കഴിക്കുന്നുണ്ട്? ഇറച്ചിയല്ലോ കഴിക്കണത് അല്ലേ? ഒരു ബിരിയാണി കഴിക്കണമെന്ന് നിങ്ങൾ നോക്കിയേ. ഒരു ബിരിയാണിയുടെ ഉള്ളിൽ നിറച്ച് ഇറച്ചി കഷ്ണം നിറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അരി വറ്റായിരിക്കണേ? അല്ലല്ലോ. ഒരു വലിയൊരു ബിരിയാണി ചോറ് അതിൻ്റെ ഉള്ളിൽ ചൂണ്ടിയിട്ട് പിടിക്കണം, കിളച്ച് നോക്കണം ഇറച്ചി കഷ്ണം എവിടെ കിടക്കണേ എന്നുള്ളത്. അത്ര ചോറ് നമ്മളുണ്ടാകും. നമ്മൾ കൂടുതൽ തിന്നുന്നത് ചോറ് തന്നെയാണ്. നമ്മൾ കൂടുതൽ തിന്നുന്നത് ദോശ തന്നെയാണ്. നമ്മൾ കൂടുതൽ തിന്നുന്നത് പൊറോട്ട തന്നെയാണ്. മറ്റുള്ളത് സൈഡാ. നിങ്ങൾ നോക്കിക്കോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നും മുതൽ ഒരു മെഷറിങ് സാധനം എടുത്ത് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ എത്ര പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് അളവിൽ പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഈറ്റ് പ്രോട്ടീൻ ബിക്കോസ് ദാറ്റ് ഈസ് സോ മച്ച് സേഷ്യേറ്റിംഗ് ആണ്. ലിവർ നിങ്ങൾക്ക് ഒരുപാട് കുത്തി നിറയ്ക്കാൻ പറ്റില്ല, കുറച്ചേ കഴിക്കാൻ പറ്റൂ. ഹൈലി സേഷ്യേറ്റിംഗ് ആണ് ഈ സാധനം. പക്ഷേ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഈ സാധനം 1 കിലോ 2 കിലോ വെച്ചിട്ട് പടയ്ക്കാം, ഒരു പ്രശ്നമില്ല. വീണ്ടും ഓണാവും, വീണ്ടും വരും. സോ പ്ലീസ്, നിങ്ങൾ സയൻസ് അന്വേഷിച്ച് പോകുമ്പോൾ 3ലും സയൻസ് വയ്ക്കുക. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാരണം സയൻസ് വയ്ക്കുക. എന്നിട്ട് ഇതിന് മാത്രം സയൻസ് വയ്ക്കാണ്ടിരിക്കുന്നത് മറ്റേ ഇരട്ട നീതിയാണ്. ഇരട്ട നീതി അത് കൊള്ളൂല. യു നീഡ് ടു ഈറ്റ് ഇനഫ് പ്രോട്ടീൻ. ഓക്കെ, ഇനി പ്രിസൈസായിട്ട് ഗോൾഡ് എന്താ കഴിക്കണേന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം ഒരുപാട് വെറൈറ്റി ഫുഡുകളൊന്നും ഇവിടെ കഴിക്കാറില്ല. മോർണിംഗ് മുതൽ ഡിന്നർ വരെയുള്ളത് പെട്ടെന്ന് പറയാം. ഏറ്റവും രാവിലെ ഉറങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞാൽ പണ്ടൊരു കാപ്പി കുടിക്കായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി കാപ്പി കുടിക്കാൻ എന്തോ പറ്റണില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം കൊണ്ട്? കാപ്പിയുടെ ഇൻട്രസ്റ്റ് മൊത്തത്തിൽ ഗർഭിണിയാണ്. മറ്റേത് കാപ്പി ഇല്ലാച്ചെങ്കിൽ തലകറങ്ങി വീഴുന്ന ആളാണ്. കാപ്പി കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിട്ടുണ്ട്. രാവിലെ നമ്മളെല്ലാവരും ഇവിടെ കഴിക്കൽ കോഴിമുട്ട ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. 4 to 5 കോഴിമുട്ട ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കലുണ്ട്. ഗോൾഡിക്ക് രാവിലെ എണീറ്റിട്ട് കോഴിമുട്ടയും കഴിക്കാൻ പറ്റണില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് അതല്ലെങ്കിൽ 8 മണിക്ക് നീ കഴിക്കാറാം ഇവിടുന്ന് പോകുമ്പോൾ. എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ഓരോന്ന്. തലയ്ക്ക് ഭ്രാന്ത്. നീ വണ്ടി ഇടിച്ചതാണോ? ഈ വീട്ടിലേക്കനാണോ അത്? നോക്കിയേ, കൊത്തിയാണല്ലോ. ലിറ്റിൽ ഷിറ്റ്സ്.
ഇവിടെ അങ്ങനെയാ പറയാട്ടാ. ഇതുപോലെ പുന്തളിപ്പ് കാണിക്കുന്ന നാട്ടിലുള്ളവരെ കണ്ടിട്ടില്ലേ, ബൈക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞു പോകണം പറഞ്ഞു. ഇവിടെ പറയാം ലിറ്റിൽ ഷിറ്റ്സ് എന്നാ, ചെറിയ കണ്ടികൾ. അല്ല, കുട്ടിക്കണ്ടികൾ. ഓക്കെ ഓക്കെ, കുട്ടിക്കണ്ടികളാണ് ഇവന്മാരൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി കണ്ടി കഴിഞ്ഞിട്ട് ഫുഡിൽ പ്രിങ്ങിരുന്ന് ശരിക്കും ആ ബാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പുതിയ ഐറ്റാ. അപ്പോൾ രാവിലെ ഒരു ടോസ്റ്റിൻ്റെ കൂട്ടത്തിൽ അവക്കാഡോ അതല്ലാച്ചെങ്കിൽ ബട്ടർ. അപ്പോൾ പ്യുവർ എനർജിയാണ് കേട്ടോ. ഏതാണ്ട് ഹാഫ് അവക്കാഡോളം ഒരു ടോസ്റ്റിൻ്റെ കൂട്ടത്തിൽ കഴിക്കും. അതല്ലാച്ചെങ്കിൽ 20 to 30 ഗ്രാം ബട്ടർ. സോ ഇറ്റ്സ് പ്യുവർ എനർജി. എന്നിട്ട് തല ഉണ്ടാക്കണേ. അവക്കാഡോയും ബട്ടറും കഴിക്കുന്നുണ്ട്. അവക്കാഡോ ടോസ്റ്റ് ബട്ടറി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് 3 കോഴിമുട്ട പുഴുങ്ങിയതാണ് കൊണ്ടുപോവുക, ഒരു കോഴിമുട്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:30-9 മണിയുടെ ഇടയിൽ ലഞ്ച് വരെയുള്ള സ്പേസിൽ ഇവിടുന്ന് 3 കോഴിമുട്ട കുട്ടീനെ കൊടുത്തു വിടണ്ടേ. അപ്പോൾ അത് തിന്ന് തീർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10-10:30-11 മണിയാകുമ്പോൾ ഒരു കോഴിമുട്ട കഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു കോഴിമുട്ടയും കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചിന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഏതാണ്ട് 150 ഗ്രാം കുക്ക്ഡ് റൈസ് 150 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 45 ഗ്രാം കാബ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അത് കൂടാണ്ട് ഇപ്പോൾ ഈ തൂക്കി കൊടുക്കണ ഇറച്ചി ഒരു 150, 200 ഇവിടെ എയിം വെച്ച് കഴിഞ്ഞാലും പ്ലേറ്റിലേക്ക് എത്തുമ്പോൾ 150 ഗ്രാമേ എത്തിക്കാറുള്ളൂ പുള്ളിക്കാരി. അപ്പോൾ ഒരു 150 ഗ്രാം പ്രോട്ടീൻ റിച്ച് ഫുഡ്, അതായത് ബീഫോ ചിക്കനോ പോർക്കോ അങ്ങനെ ഏതെങ്കിലും ഈ ബർഗർ പാറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 35 ഗ്രാമോളം പ്രോട്ടീൻ അതിലുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു കോഴിമുട്ടയും കൂടിയും ബാക്കിയുണ്ട്. പുള്ളിക്കാരി 2:30-3 മണിയാകുമ്പോൾ ആ ബാക്കി വന്ന ഒരു കോഴിമുട്ടയും കഴിക്കുക. അപ്പോൾ 5 ഗ്രാം. അപ്പോൾ രാവിലെ തൊട്ട് 3, 15, 15 × 30, 45, 5 ഒരു 50 ഗ്രാം പ്രോട്ടീൻ സോഫോർ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തൈര് കഴിക്കാറുണ്ടോ? അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് കാണിക്കുക ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഒരു 55 തൈര് ഉണ്ട് വെച്ചെങ്കിൽ ഒരു 60 ഗ്രാം പ്രോട്ടീനാവും. വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അഗെയിൻ കാപ്പി കുടിക്കാറുള്ള ആൾ കാപ്പി നിർത്തി ചായ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചായ കുടിക്കും, പഞ്ചസാര ഇടാറുണ്ട്. വൈകുന്നേരം കുടിക്കുന്ന ചായയിൽ പഞ്ചസാര ഇടാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചിലപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വയ്ക്കലുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പം 2 എണ്ണം, അതല്ല വെച്ചെങ്കിൽ ഒരു പഴം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കഴിക്കും. ഒരു പഴട്ടാ, ഇവിടുത്തെ ഒരു റോബസ്റ്റ പഴം കണ്ടിട്ടില്ലേ, അതൊരു 100 ഗ്രാമോളം തൂക്കം വരുന്ന ഒരു പഴം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, വർക്കൗട്ട് ചെയ്യാൻ പോകും. വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ മീൽ ഉണ്ടാവും. മെയിൻ മീലിൽ അഗെയിൻ ഇതുപോലെ 100 ഗ്രാംസ് ചോറുണ്ടാവും, അല്ലെങ്കിൽ 150 ഗ്രാമോളം കഷ്ടി ചോറ്, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു റാപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു 100 ഗ്രാം തൈര്, ഒരു ലേശം പിക്കിള്, 150 ഗ്രാമോളം അഗെയിൻ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ റോസ്റ്റ് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ 140 ഗ്രാം നമ്മൾ പ്രോട്ടീൻ എയിം വെച്ചിട്ടും ഇവിടെ 90 ഗ്രാം പ്രോട്ടീനൊക്കെയാണ് എല്ലാ ദിവസവും എത്തണേ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിത് എയിം ചെയ്യണ സമയത്ത് 140, 250 വെച്ചോളെ, നമ്മൾ എത്ര എയിം വെച്ചാലും ഈ സാധനം ഇവിടെ നിൽക്കും. അതല്ല നിങ്ങൾ എക്സാക്ട്ലി കറക്റ്റ് യു ആർ മെഷറിങ് യുവർ വെയ്റ്റ്സ് ആൻഡ് സ്റ്റഫ്, ദെൻ നിങ്ങൾക്ക് 100 to 120 ഗ്രാം ട്വിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 90 to 100 ഗ്രാമിൻ്റെ ഉള്ളെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക. ഓക്കെ, പ്രോട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. but we completely ignore protein part. ഇനി ലാസ്റ്റ് വൺ, സപ്ലിമെൻറ്റ്സ്. ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഒരു സപ്ലിമെൻറ്റ് കൂടുതലെടുക്കുന്നത് ക്രിയാറ്റിൻ. ഓക്കെ, ക്രിയാറ്റിൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വൺ ഓഫ് ദ ബെസ്റ്റ് സപ്ലിമെൻറ്റ് യു ക്യാൻ ടേക്ക് വൈൽ യു ആർ പ്രഗ്നൻറ്റ്. ഓക്കെ, അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ. നമ്മൾ കഴിക്കുന്നുണ്ട് ക്രിയാറ്റിൻ, കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് 5 ഗ്രാം എവറി സിംഗിൾ ഡേ. ഞാനും എടുക്കുന്നുണ്ട്, ഗോൾഡ് എടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഉപദ്രവമുള്ള പോലെ ഒരു സ്റ്റഡി അവൈലബിൾ അല്ല. പെർഹാപ്സ് നമ്മുടെ ഫീറ്റസിൻ്റെ ഹെൽത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. അടുത്തത് ഇലക്ട്രോലൈറ്റ്സ്. നമ്മൾ കൂടുതൽ മാംസം അല്ലെങ്കിൽ എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കുറവാണ്. സോ ഇത് ചുമ്മാ ഒരു ഉപ്പും നാരങ്ങയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വെള്ളം, ഉപ്പാണ് ബേസിക്കലി, അതാണ്. ബാക്കി പ്രഗ്നൻസി സ്റ്റേജിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു സാധനം. ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇറച്ചിയും ഇതൊക്കെ കഴിച്ചിട്ട് തന്നെ ഗോൾഡയ്ക്ക് അയണിൻ്റെ അളവ് കുറവാണ്. മിനിമം 20 എത്രയാണ് അളവ്? 20 എത്രയാണ്? ഒരു നമ്പർ ഉണ്ട്, അത് ഗോൾഡയ്ക്ക് 14 എത്ര 12 ഉള്ളൂ. പ്രഗ്നൻസിക്ക് മുന്നേ 71 ആയിരുന്നു. ഇതൊക്കെ ഉണ്ടാ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വോളിയം ഒരുപാട് കൂടും. അപ്പോൾ കൂടുന്ന സമയത്ത് മറ്റുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. അത് നോർമലായിട്ടുള്ളൊരു അവസ്ഥയാണ്. പ്രഗ്നൻസി സ്റ്റേജിൽ ഇവിടുത്തെ കണക്കിന് 20 എന്ന് പറഞ്ഞൊരു നമ്പർ വേണം. ഗോൾഡയ്ക്ക് 12 ഉള്ളൂ. ഈ മാരി ഇറച്ചിയും ലിവറൊക്കെ കഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ
പുള്ളിക്കാരി ഫെറട്ടിൻ അല്ല എടുക്കണേ, ഏതാ ഫെറട്ടിൻ, ഫെറോടാബ് എന്ന് പറഞ്ഞൊരു അയണിൻ്റെ ഗുളിക എടുക്കുന്നുണ്ട്. പിന്നെ മാഗ്നീഷ്യം എടുക്കുന്നുണ്ട്. മാഗ്നീഷ്യം മറ്റേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തല്ല, നമ്മൾ ഉറക്കത്തിൻ്റെ സമയത്ത് എടുക്കുന്നതാണ്. അത് മാത്രമല്ല ഈ ഫെറട്ടിൻ എടുക്കുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. ദെൻ മാഗ്നീഷ്യം ഹെൽപ്സ്. അയോഡിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. വേറെ ഏതായിരുന്നു? ഫോളിക് ആസിഡ്. പിന്നെ ഏതാ നോക്കുക, ലിവറൊക്കെ ഫോളിക് ആസിഡ് പക്ഷെ കുറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഷുഗറിൻ്റെ ടെസ്റ്റ് നടത്തി ഗോൾഡ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, നോ പ്രോബ്ലം, ഒരു ഡയബറ്റീസോ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതുവരെ കണ്ടതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അയൺ കുറവ്. പിന്നെ 2 കുഞ്ഞുങ്ങളും സോ ഫാർ 1340 ഗ്രാമോ 1296 അങ്ങനെ എന്തോ ചെറിയ 1328 വീക്ക് അല്ലേ. ഇനി അടുത്ത സ്കാനിങ് അടുത്ത ആഴ്ചയുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ പറയാം. ഓക്കെ, സോ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞത് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. കുറേ ആൾക്കാർ മെസ്സേജ്, നീ ആര് ഗൈനക്കോളജിസ്റ്റ് ആണോ, നീ മറ്റേ പ്രസവം പറയുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനെല്ലാം ആണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ ജീവിതം, ഞാനിവിടെ ആവരാതൊന്നല്ലോ എന്ന് പറയണേ. ഇവിടെ രാഷ്ട്രീയമല്ല മതമല്ല പറയണേ, അതിനേക്കാൾ നല്ല കാര്യങ്ങളേ പറയണുള്ളൂ. ഇനി അതിൽ വല്ല ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാനും ചിലപ്പോൾ തെറ്റൊക്കെ വന്നിട്ടുണ്ടാവാം. കമൻറ്റ് ബിലോ ആൻഡ് ഐ എം റെഡി ടു ചേഞ്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫുഡ് പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങൾ ഗർഭിണികളുണ്ട് വെച്ചെങ്കിൽ മസ്റ്റ് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര വേണമെന്നുള്ളത്. എക്സസൈസ് ചെയ്യുക, എക്സസൈസ് ചെയ്യാത്തവർ നടക്കാൻ പോവുക. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ പറഞ്ഞ ഇരുമ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ഗുളിക അല്ലെങ്കിൽ മെഡിക്കേഷൻ കറക്റ്റായിട്ട് എടുക്കുക. ഡോക്ടറെ കാണുമ്പോൾ ചോദിക്കുക, ഡോക്ടറെ ഈ പ്രോട്ടീനൊക്കെ കഴിക്കുന്നത് നല്ലതാണോ, ചോറ് കൂടുതൽ കഴിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന്. എന്നിട്ട് അവർ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ആരാ ഇത് പറഞ്ഞ എക്സസൈസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അതും കമൻറ്റ് ബിലോട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പ്രഗ്നൻസി ലൈഫ്. ഞാൻ ഇനി പറയുമോ ഗോൾഡേ? എന്താണെന്ന് അറിയില്ല അല്ലേ. യാ ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്തോണം കാണാൻ. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ ബുപ്പാ. ഗോൾഡ് നീ ഒന്നും തോന്നുന്നു, നീ ഒരു കാര്യം പറയണം, ഒരൊറ്റ കാര്യം പ്ലീസ്. പ്ലീസ് നീ ഇതുവരെ നിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാടി. നീ ഗർഭിണിയായിട്ട് നിൻ്റെ കഥ മുഴുവൻ ഞാനാണ് പറയണത്. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ല, നീ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. നീ നിൻ്റെ ഒരു തോട്ട് പറയും. ഇത് ഞാൻ അടിച്ചേൽപ്പിച്ച് നിന്നോട് പറയണ പോലെ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ഗോൾഡിക്ക് ഇതൊക്കെ അല്ല, പ്രോട്ടീൻ്റെ സംഭവമൊന്നും ഇപ്പം എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇത്രയും കഴിക്കണം എന്നറിയാം, അല്ലാതെ ഇത്ര എമൗണ്ട് വേണം അതൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ അല്ല, മോൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞ് കുട്ടികളെ നോക്കി തെറ്റിദ്ധരിക്കരുതിട്ടാ. ഈ പിള്ളേർ ഉണ്ടായി, പിള്ളേർക്ക് ഞാൻ ഫോഴ്സ് ചെയ്യാനോ ഈ കുട്ടികൾക്ക് ഇത് കിട്ടിയിട്ടില്ല. കുട്ടികളെ അമ്മയുടെ കഴിഞ്ഞിട്ട് നടുവേന, പുടവേന, എല്ല്, അസ്ഥിയുരുക്കല്ല ഓസ്റ്റിയോപോറോസിനൊക്കെ കാരണാക്കുന്ന സാധനമായിട്ടത്. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത ആളുകളും കുട്ടികളും ഒക്കെ ഉണ്ട്. ട്രൈ ചെയ്യ്, കുഴപ്പമുണ്ടെന്നില്ല. ഇതാണ് റെക്കമെൻഡേഷൻ. അറ്റ്ലീസ്റ്റ് നോക്കിയേ ആ സമയത്ത്. അപ്പം നമ്മൾ കാർബ്സിന്റെ കാര്യം പറയണല്ലോ. ഇപ്പം നമ്മൾ പ്രിങ്ങുവിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നപ്പം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്രയും ഒരു ലോ കാർബിലായിരുന്നു എന്ന് തോന്നണല്ലോ ആ സമയത്ത്. ലോ കാർബിലല്ല, പച്ചക്കറിയും ചോറൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇറച്ചി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഉയർച്ച അതൊരു ദൂസല്ല. പിന്നെ വർക്കൗട്ട് ഇപ്പൊ എന്താ പറയാ, സോറി ഞാൻ ചോദിക്കട്ടെ, ആർ യു കംഫർട്ടബിൾ വിത്ത് ഡൂയിങ് വർക്കൗട്ട്സ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഒരു ഉറക്കം വരും. അങ്ങനെ ഒരു ഇത് വരും. അന്നേരം ഒരു മടി തോന്നും. അത് നമുക്ക് അല്ലേലും വർക്കൗട്ട്, ഇപ്പോൾ അതിനിപ്പോൾ ഗർഭിണിയായിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കണം എന്നൊന്നുമില്ല. അല്ലാത്ത സമയത്തും നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം വായം വിളിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും ഒരു മടിയായി ഉറക്കം വരൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. വർക്കൗട്ട് ചെയ്യാൻ മടിയായിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ പുഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുഷ് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയി. വർക്കൗട്ട് ചെയ്യുമ്പോൾ നോൺ സ്റ്റോപ്പ് വർക്കൗട്ട് ചെയ്യരുത് കേട്ടോ. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്രയും ചെയ്തിട്ട്, ഇപ്പോൾ വർക്കൗട്ട് എന്നല്ല, ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ടയേർഡാണ് വെച്ചെങ്കിൽ യു ടേക്ക് ഇനഫ് ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ. ഒരിക്കലും ഓടി വന്നിട്ട് ഫുൾ ടയേർഡായിരിക്കുമ്പോൾ ഗർഭിണിയാവസ്ഥയിൽ നിങ്ങൾ ചെയ്ത് ചിലപ്പോൾ പാസ് ഔട്ടായി പോവും. അപ്പോൾ നമുക്ക്
ഒരു റെസ്റ്റ് എപ്പോഴും ഒരു ഇൻ ബിറ്റ്വീൻ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം ഇസ് എ വെരി ഗുഡ് റെസ്റ്റ്. ദെൻ എനിക്ക് കഴിഞ്ഞിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ബോഡി ഫ്രഷ് ആയി കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യുക. അല്ലാതെ ഇഫ് യു ആർ വെരി അയ്യോ ഞാനിന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല പക്ഷേ ആ വെരി ടയർഡ്, ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടിട്ട് ഇനി പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് തലകുത്തി മറിയാനോ നിൽക്കണ്ട. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. മോൻ പറയണ കേട്ടിട്ട് ഞാൻ എനിക്ക് വയ്യെങ്കിൽ വയ്യാന്ന് തന്നെ പറയാറുണ്ട്. പറ്റത്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെയ്യണതിന് മുന്നേ ആസ് യൂഷ്വൽ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും ചെയ്യാൻ തുടങ്ങാൻ നേരത്ത് മടിയായിരിക്കും. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഹായ് നല്ല സുഖം, നല്ല എനർജി, ഒരു ഫ്രഷ് ആയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. പിള്ളേരൊക്കെ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ തള്ളലൊക്കെ ഉണ്ടാവും ആ സമയത്ത്. പിന്നെ കുറേ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. മീൻസ് പണ്ടൊക്കെ 3/4 മണിക്കൂറും പിന്നെ നല്ല ഹൈ ഇൻറ്റൻസിറ്റിയും പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ് അതൊക്കെയാണ് നമ്പേഴ്സ് കൂടുതൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അത്രയൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റണ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ചില സംഭവങ്ങൾ എനിക്ക് പറ്റാത്തതുണ്ട്, അപ്പോൾ അത് ഞാൻ ചെയ്യാറില്ല. ഞാൻ അവിടെ ഇരിക്കും, ചെറിയ മൂവ്മെന്റ്സ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ ജോലിക്ക് പോകുമ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ കൂടെയുള്ളവർ എന്നെ നടത്തിക്കാൻ കൊണ്ടുപോകും. അല്ല, നമ്മളൊന്നിച്ച് നടക്കാൻ പോകുന്നു. അവർ പറയും എല്ലാവരും നടക്കാൻ പോകണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടക്കാൻ പോകും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എന്നാ എനിക്ക് ഇപ്പം വർക്കൗട്ടാണേലും ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണ ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഈ പറഞ്ഞ പോലെ ബെഡ് റെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യണ്ട, പറ്റണവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അല്ല, പുതുതായിട്ട് ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ഒന്നും ട്രൈ ചെയ്യണ്ട. നിങ്ങൾ ഇതുവരെ ചെയ്യണ കാര്യങ്ങൾ, നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് നടക്കാൻ പോവുക, ചെറിയ ചെറിയ മൊബിലിറ്റി എക്സസൈസുകൾ യു മസ്റ്റ്. ഞങ്ങളിപ്പോൾ ആദ്യം ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ എനിക്ക് തോന്നണില്ല അധികം വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഫുൾ ടയേർഡായിരുന്ന കാരണം ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങുക, പിന്നെ വീണ്ടും രാത്രിയിൽ കിടന്നുറങ്ങുക. പുറത്തൂടെ എല്ലാ ദിവസവും അല്ല, എന്നാലും പറ്റണ ദിവസങ്ങളിൽ നടക്കാൻ പോവുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ വർക്കൗട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സോ ഫാർ സോ ഗുഡ് എന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തത്, പ്രിങ്ങുവിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ കൈയും കാലിലൊക്കെ ഭയങ്കര തടി വെച്ച് വന്നിരുന്നു ഇവിടെയൊക്കെ. ഇത്തവണ പുള്ളിക്കാരുടെ കൈയൊക്കെ കുറച്ച് മെലിഞ്ഞാണ് ഇരിക്കണേ. മിക്കവാറും 2 പിള്ളേർ നന്നായിട്ട് ഫുഡ് വലിക്കുന്നുണ്ടാവും. പക്ഷേ ബോഡി വെയ്റ്റും പിള്ളേരുടെ വെയ്റ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ ഫാർ സോ ഗുഡ്. ഓക്കെ, സോ യു ഹാപ്പി, യു നോട്ട് ബീൻ ഫോഴ്സ്ഡ്. ഇല്ലല്ല, ഫോഴ്സ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രോട്ടീൻ കഴിക്കാൻ ഫോഴ്സ്ഡ് ആണ്, രക്ഷയില്ല. പ്രോട്ടീൻ കഴിക്കാന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ അത് മെഷർ ചെയ്തിട്ട് കൊണ്ടുപോവില്ല. മെഷർ ചെയ്യുന്നില്ല, പക്ഷെ 5 ചെമ്മീൻ കഴിക്കും. അല്ല, 5 ചെമ്മീൻ അത് ഞാൻ എണ്ണം നോക്കിയില്ല. ചെമ്മീൻ ബിരിയാണി. പക്ഷെ അരി കറക്റ്റ് എണ്ണം കയറിയല്ലോ. അരി ഞാൻ എണ്ണം നോക്കിയിട്ടല്ല ഇട്ട. അതെ, അരി കറക്റ്റ് കയറുന്നുണ്ട്, പാത്രം നിറയുന്നുണ്ട്. അതും എണ്ണം നോക്കണില്ല. തന്നെ ഞാൻ പറഞ്ഞ ബീയിങ് ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ് ഇറ്റ്സ് വെരി ഹാർഡ്. പിന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഈ സമയം ഉണ്ടാക്കണം ഇതെല്ലാം കഴിക്കാൻ സമയം ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാൻ സമയം ഉണ്ടാക്കില്ല. പാക്ക് ചെയ്യാൻ പാക്കൊക്കെ ചെയ്ത് വെച്ചാൽ ഞാൻ തന്നെയാണ്. അതെ, ഇനി ഞാൻ ഇന്ന് മുതൽ പാക്കിങ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്ത് നാളെ എനിക്ക് വേണ്ട, വർക്ക് ഫ്രം ഹോം. ഞാൻ ഇപ്പോൾ തൂക്കി കൊടുക്കുക. പ്രോട്ടീനിലിടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ട്ടാ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.